യെസ്, കോപ്പ അമേരിക്ക നാളെ പുലർച്ചെ പന്തുരുളുമ്പോൾ എല്ലാ കണ്ണുകളും ഈ മനുഷ്യനിലേക്കാണ്, നമ്മുടെ പ്രിയപ്പെട്ട ലയണൽ മെസ്സിയിലേക്ക്. അവസാന കോപ്പയ്ക്കിറങ്ങുന്ന മെസ്സിക്കും ഡി മരിയക്കും കിരീട നേട്ടത്തോടെ സ്വപ്ന യാത്രയപ്പിനൊരുക്കാനാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീം ഇറങ്ങുന്നത്. പ്രത്യേകിച്ചൊന്നും ഇനി നേടാനില്ല. ലോകത്തെ അതിജയിച്ചവനാണ്. കോപ്പയിലെ മധുരവീഞ്ഞിന്റെ പോരിഷ പറഞ്ഞും മോഹിപ്പിക്കേണ്ടതില്ല. മറാക്കാനയിൽ കാനറുകളുടെ മടയിൽ ചെന്ന് മതിയാവോളം വാരിക്കുടിച്ചവനാണ്. എവിടെയും ആർക്കു മുന്നിലും ഇനിയൊന്നും കാണിക്കാനും തെളിയിക്കാനുമില്ല. വെറുതെ ഒരു ആർഭാടത്തിന് അല്ലെങ്കിൽ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരു ഗരിമയ്ക്ക് ലയണൽ മെസ്സിക്ക് ഈ കോപ്പ വേണം. നഷ്ടപ്പെടാനൊന്നുമില്ല. സമ്മർദ്ദങ്ങളോ ആശങ്കകളോ തെല്ലുമില്ല. അയാൾക്ക് വേണ്ടി മരിക്കാനിറങ്ങിയ അതിശയ സൈന്യം അതേ ഉശിരോടെ ഒപ്പമുണ്ട്. അതിനപ്പുറം കളി അമേരിക്കയിലാണ്. അതിൻ്റെ മണ്ണും മനസ്സും അയാൾക്കിപ്പോൾ സുപരിചിതവുമാണ്. അറേബ്യയുടെ വിളിക്കുത്തരം നൽകാതെ അമേരിക്കയിലേക്ക് വിമാനം കയറിയതിനുള്ള കാരണങ്ങൾ തേടിയിരുന്നതാണ് കായിക ലോകം. ഈ കോപ്പയും പിന്നാലെ വരുന്ന ലോകകപ്പും നടക്കുന്നത് അമേരിക്കയിലാണ്. എല്ലാം കണക്കുകൂട്ടിയാണ് അയാൾ ആ മണ്ണിൽ കാലുകുത്തിയതെങ്കിൽ ലയോണൽ മെസ്സിയുടെ ദാഹവും വീര്യവും മോഹവും അടങ്ങിയിട്ടില്ലെന്ന് ഉറപ്പിച്ചോളൂ. അയാളുടെ അത്യാർത്തിയാൽ കത്തിയാളുന്ന പടക്കളങ്ങളാകുമോ ഈ കോപ്പയും ബാക്കിയാക്കുന്ന സുന്ദര കാഴ്ച. അടുത്ത ലോകകപ്പിന്റെ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും കോപ്പയിൽ ഇതയാളുടെ അവസാന ആട്ടമാണ്. ഇനി ഒരിക്കൽ കൂടി ആമസോൺ കാടുകൾ പൂക്കുന്ന തെക്കേ അമേരിക്കൻ ഉത്സവപ്പറമ്പിൽ അയാളുടെ ട്രപ്പീസ് കളി ഉണ്ടാവില്ല. മെസ്സിക്ക് രാജോചിതമായ യാത്രയപ്പൊരുക്കാനാണ് ലയണൽ സ്കലോണി എന്ന ഇതിഹാസ പരിശീലകൻ ലോക ചാമ്പ്യന്മാരെയും കൊണ്ട് അമേരിക്കയിലെത്തിയിരിക്കുന്നത്. മെസ്സിയുടെ തലമുറയിൽ പിറവി കൊണ്ടതിനാൽ മാത്രം ഇതിഹാസമെന്ന വിളിപ്പേരിന് കരുത്തു കുറഞ്ഞു പോയ അർജന്റീനക്കാരുടെ മാലാഖയ്ക്കും ഇതവസാനത്തെ കോപ്പയാണ്. മെസ്സിക്കും ഡിമരിയക്കും നൽകാൻ ഈ കോപ്പ കിരീടത്തേക്കാൾ വലിയൊരു സമ്മാനമില്ലെന്ന് സംഘാംഗങ്ങൾക്കറിയാം. തോൽക്കാൻ മനസ്സില്ലാത്ത ലോക ചാമ്പ്യന്മാർക്ക് തോൽക്കാതെ തുടരാൻ കാരണങ്ങൾ അങ്ങനെ പലതുണ്ട്. മൺസൂണിലെ പേമാരിക്കൊപ്പം മെസ്സിയും സംഘവും പെയ്യാനൊരുങ്ങുമ്പോൾ സർവം മറന്നു നിന്നു നനയാൻ കായിക ലോകവും തയ്യാറെടുക്കുന്നു. പി.സി. സൈഫുദ്ദീൻ, സ്പോർട്സ് ഡെസ്ക്, മീഡിയ വൺ. യെസ്, പി.സി. സൈഫുദ്ദീൻ ചേരുകയാണ് നമുക്കൊപ്പം. ഇപ്പോൾ പി.സി. സൈഫുദ്ദീൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ്, തോൽക്കാൻ മനസ്സില്ലാത്ത അർജന്റീനൻ പട അവർക്ക് ഇക്കുറി കപ്പ് ഉയർത്തണം. അത് മെസ്സിക്ക് വേണ്ടിയാകണം. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡാൻസ് ആണ് ഇക്കുറി കോപ്പയിൽ. സൈഫുൻ, എന്താണ് തോന്നുന്നത്? എന്താണ് ഇത്തവണ മെസ്സിക്ക് വേണ്ടി എത്രത്തോളം കഴിഞ്ഞ ലോകകപ്പിൽ ടീം നിന്നതുപോലെ തന്നെ ഈ കപ്പങ്ങ് വാങ്ങിയെടുക്കും എന്ന് സൈഫുദ്ദീന് പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഈ കോപ്പ അമേരിക്കയിലെ ഏറ്റവും ശ്രദ്ധേയ ടീമും ശ്രദ്ധേയ താരങ്ങളുമൊക്കെ അർജന്റീനിയൻ സംഘത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ലയണൽ മെസ്സിയും ഡിമരിയയും രണ്ടുപേരുടെയും അവസാനത്തെ കോപ്പയാണ്. കാര്യത്തിൽ സംശയമില്ല. കാരണം അടുത്ത കോപ്പ അമേരിക്ക 4 വർഷം കഴിഞ്ഞാണ് നടക്കുന്നത് യുറുഗ്വായിൽ വെച്ച്. 2028-ലാണ്. ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 37ാം ജന്മദിനമാണ് ഈ ജൂലൈ 24-ന്. അതായത് 2 ദിവസം കൂടിയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ 37ാം ജന്മദിനത്തിന്. ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റിന് ഒരുങ്ങാണ് സഹതാരങ്ങളൊക്കെ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു 4 വർഷം കഴിഞ്ഞ് അടുത്ത ഒരു കോപ്പയ്ക്കുള്ള ഒരു ആരോഗ്യം സ്വാഭാവികമായും മെസ്സിക്കും ഡിമരിയക്ക് തീർച്ചയായും ഉണ്ടാവില്ല. ഡിമരിയ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇതെൻ്റെ അവസാനത്തെ ടൂർണമെൻ്റ് ആണ് എന്നുള്ള കാര്യം. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി അടുത്ത കമ്മിങ് ലോകകപ്പിൽ അദ്ദേഹത്തിന് കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. പിന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലം മാറ്റിപ്പിടിച്ചത് ഈ ലോകകപ്പും കോപ്പയും ഒക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നുള്ളൊരു സംശയം ആരാധകർക്കുണ്ട്. ആ നിലക്ക് കോപ്പ അവസാനത്തേതാണ്. കോപ്പ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു വികാരങ്ങളുടെ വീണ്ടെടുപ്പും വികാരങ്ങളുടെ തള്ളിച്ചയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ തെക്കേ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ഒരു വശ്യ മനോഹാരിതയുടെ ഒരു ആണ്ടുത്സവമാണ് ഈ ഓരോ കോപ്പ അമേരിക്ക എന്ന് പറയുന്നത്. നമ്മൾ യൂറോ കപ്പ് ഒരു പവർ ഫുട്ബോളിൻ്റെ ഒരു ഉത്സവമാണ്. അതിനുവേണ്ടി നമ്മൾ 3 വർഷം കൂടുമ്പോൾ കാത്തിരിക്കും. കോപ്പ വേറൊരു തരം വികാരമാണ്. കാരണം നമുക്കത് കൃത്യമായി എല്ലാ 90 കഴിഞ്ഞ് 2000-ലും 2010-ലും ഒക്കെ കോപ്പ എല്ലാ സമയവും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, അതിക്കുറി അങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരിക്കൽ പോലും കോപ്പ മത്സരങ്ങൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഗ്രെയിൻസ് ഉള്ള ഫ്രെയിംസും പുലർച്ചെയുള്ള കളികളും ക്ലിയർ ഇല്ലാത്ത വിഷ്വൽസും ഒക്കെയാണ് എന്നും കോപ്പ സമ്മാനിക്കുന്ന ഒരു ഫ്രെയിം. പക്ഷെ എങ്കിൽ കൂടിയും ഓരോ കോപ്പ ടൂർണമെൻറ്റ് നമ്മൾ മനസ്സിൽ ആവാഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനോടുള്ള നമ്മുടെ ഒരു ആഭിമുഖ്യമാണ്. അത് മലയാളികളാണ് കുറെ കൂടി ഇന്ത്യയിൽ ഈ കോപ്പ അമേരിക്കയും ലാറ്റിൻ അമേരിക്കൻ ടീമുകളെയും ഒക്കെ നെഞ്ചേറ്റുന്നത്. അപ്പോൾ കോപ്പയിൽ നിന്ന് ലയണൽ മെസ്സി കുറേ കാലമായി കോപ്പയിലുണ്ട്. ഒരുപക്ഷെ 2015-ലും 2016-ലും ഫൈനലിൽ
ഫൈനലിൽ കലങ്ങിയ കണ്ണുകളുമായി തിരിച്ചു കയറി പോകുന്ന ഒരു മെസ്സി നമുക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ഒരു കോപ്പയിലേക്ക് ഒരു തിരിച്ചുവരവ്, ഒരു കോപ്പ കിരീടമെങ്കിലും അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് ആശങ്കിച്ച ആരാധകരുണ്ട്. പക്ഷെ 2021 അത് അദ്ദേഹം സാധ്യമാക്കിയെടുക്കുന്നു. ഇക്കുറി കോപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മെസ്സിയും ഡിമരിയും അവസാനത്തെ ലാസ്റ്റ് ഡാൻസിന് ഇറങ്ങുന്നു. ഇപ്പം മഹേഷ് പറഞ്ഞ പോലെ ഒരു സമ്മർദ്ദങ്ങളുമില്ല. എല്ലാ കാലത്തും അർജന്റീനയെ, ലയണൽ മെസ്സിയെ, ഈ ആൽബി സെലസ്റ്റിയൻ സംഘത്തെ ബാധിച്ചിരുന്നത് സമ്മർദ്ദമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ താരപ്പകിട്ടുമായി എത്തും, അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകും. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ആദ്യം ഉണ്ടാകും. സ്വാഭാവികമായി ആരാധകർക്കൊക്കെ എല്ലാ കാലത്തും ഈ സൈഫുദ്ദീൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സൈഫുദ്ദീൻ നേരത്തെ മെസ്സിയെ കുറിച്ച് ചെയ്ത ആ സ്റ്റോറിയിൽ പറഞ്ഞൊരു വാചകം, അതായത് മുന്നേ കണ്ടിട്ടുണ്ട് മെസ്സി, അതായത് ഒരു പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചാമ്പ്യൻഷിപ്പുകൾ, ഞാൻ അവസാനമായി ബൂട്ട് കെട്ടുന്ന ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് അമേരിക്കയിലാകാം. അദ്ദേഹത്തെ ദുബായ് ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങൾ അദ്ദേഹത്തെ മാടി വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയില്ല മെസ്സി, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്ന ഒരു തീരുമാനം ഇതൊക്കെ കൂടി മുന്നിൽ കണ്ട് തന്നെയാണോ മെസ്സി എടുത്തിട്ടുണ്ടാവുക? തീർച്ചയായും. സൗദി അദ്ദേഹത്തിന് മോഹവിലയിട്ടാണ് വിളിച്ചത്. എന്ന് വെച്ചാൽ മെസ്സി പറയുന്നതായിരുന്നു കരാറ്, പക്ഷെ അതിന് മെസ്സി തയ്യാറാകുന്നില്ല. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ പേഴ്സണൽ വികാരങ്ങളുണ്ട്. അതിന് പുറത്ത് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അദ്ദേഹത്തിൻ്റെ കരിയറും ഒക്കെ അദ്ദേഹം ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ആരാധകർ ഞെട്ടിയിരുന്നു. ഇപ്പോൾ സൗദി പോലെ ഒരു വമ്പൻ ക്ലബ്ബ്, സൗദിയിലെ ക്ലബ്ബുകൾ മുന്നിൽ വെച്ച് ഓഫർ ഒഴിവാക്കിയിട്ട് ഇദ്ദേഹം എന്തിന് MLS പോകുന്നു വെച്ചാൽ, ഈ MLS ലീഗ് ലോക ക്ലബ്ബ് ഭൂപടത്തിൽ ഒരു പക്ഷെ അത്ര വലിയൊരു ലീഗല്ല. പക്ഷെ എങ്കിൽ കൂടി എന്തായിരിക്കും അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടാവുക എന്ന് എല്ലാവരും അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ സൗദിയിലൊക്കെ ആകുമ്പോൾ കുറെ കൂടി ആരാധകർ അത് കാണാനുണ്ട്, കുറെ കൂടി പൊലിമയുണ്ട്. ഇപ്പോൾ കമ്പയറിങ് MLS കുറെ കൂടി പൊലിമയുള്ള ലീഗുകളാണ് സൗദിയിലുള്ളത്. പക്ഷെ എന്തിന് ഇദ്ദേഹം ഈ സമയം മിയാമിയിലേക്ക് പോകുന്ന ചോദ്യം ഉണ്ടായിരുന്നു. മിയാമി ഓഫ് കോഴ്സ് ബെക്കാമിൻ്റെ ക്ലബ്ബാണ്. കുറെ കൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. സുവാരസും ഇപ്പോൾ ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന താരങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുപോയെങ്കിൽ കൂടിയും എന്തിന് മിയാമി എന്തിന് അമേരിക്ക എന്നുള്ള ചോദ്യം ഏറെക്കുറെ ഒരു ഉത്തരം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു സൂചനകൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പയും 2 വർഷത്തിനപ്പുറം ലോകകപ്പും അങ്ങോട്ടേക്ക് വരുന്നു. സ്വാഭാവികമായും പേഴ്സണലി മെസ്സിക്ക് മുന്നിൽ പല ഓഫറുകളും അമേരിക്കൻ ലീഗോ അല്ലെങ്കിൽ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനോ ബെക്കാമോ ഒക്കെ ചേർന്ന് വെച്ചിട്ടുണ്ടാകാം. അതിലപ്പുറത്തേക്ക് മെസ്സിയുടെ പേഴ്സണൽ ആഗ്രഹം എന്ന് വെച്ചാൽ അടുത്ത കോപ്പയും ലോകകപ്പും എനിക്ക് കളിക്കണം എന്നൊരു പക്ഷെ അദ്ദേഹം ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും, കരുതിയിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആസൂത്രണവും പദ്ധതിയുമായിരിക്കുമോ അദ്ദേഹം മിയാമിയിലേക്ക് പോയത്, MLS പോയത്. ഇപ്പോൾ അദ്ദേഹം കളിക്കുന്ന ഗ്രൗണ്ടിലടക്കം കോപ്പയുടെ കളി നടക്കാൻ പോവാണ്. ലോകകപ്പാണെങ്കിൽ കൂടിയും മെക്സിക്കോയും കാനഡയും സംയുക്ത ആതിഥേയത്വം ഉണ്ടെങ്കിലും കൂടുതൽ കളികൾ നടക്കുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ ആ ലോകകപ്പും കോപ്പയും നടക്കുന്നതിന് മുമ്പ് ആ മണ്ണും ആ കാണികളുടെ മനസ്സും ആ കാലാവസ്ഥയും ഒക്കെ പരിചിതമാക്കുക എന്നുള്ളതായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നിപ്പോൾ ആരാധകർക്ക് ഡൗട്ട് അടിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറെക്കുറെ ആ മൈതാനങ്ങളുമായിട്ട് അദ്ദേഹം ഏറെക്കുറെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഇനി എളുപ്പമാണ് അവിടെ കളിക്കാൻ, ആ കാണികളുടെ മുന്നിൽ കളിക്കാൻ. അപ്പോൾ ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ, ഒന്നും നേടാനില്ല, ലോക ചാമ്പ്യനാണ്, ലോകത്തെ അതിജയിച്ചവനാണ്, കോപ്പയിൽ നിലവിലെ ചാമ്പ്യനാണ്, ഒരു സ്ട്രെസ്സും സമ്മർദ്ദവും ഇല്ലാതെ വളരെ കൂളായിട്ട് കളിക്കുന്ന ഒരു മെസ്സി. ഓഫ് കോഴ്സ് അദ്ദേഹം അത്രമേൽ അപകടകാരിയായിരിക്കും, ഒരു തർക്കവുമില്ല. പിന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും ഫേവറേറ്റുകൾ അർജന്റീന തന്നെയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ കോപ്പ അർജന്റീന നിലനിർത്താൻ തന്നെയാണ് ഒരു 75% സാധ്യത.